നമ്മളെ സ്ഥലം കിടക്കുന്നത് അമ്പലവയലാട്ടോ. അമ്പലവയൽ ടൗണിന് ആകെ 2.5 കിലോമീറ്റർ പരിധിയിലാണ് ലാൻഡ് കിടക്കുന്നത്. ഫാൻറ്റർ റോക്ക് തൊട്ടടുത്താണ്. അതായത് ഏറ്റവും നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഫാൻറ്റർ റോക്ക്. അപ്പോൾ അത് തൊട്ടടുത്താണ്, ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ഒരു 10, 20, 25, 30 മീറ്ററോളം ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. 45 സെൻറ്റ് ലാൻഡാണ്. ടോട്ടൽ വില 20 ലക്ഷം രൂപ. മാന്യമായ വിലയാട്ടോ. ഈ 45 സെൻറ്റ് സ്ഥലത്തിന് 20 ലക്ഷം രൂപ ഞാൻ ആ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ പറ്റും. നല്ല ഏരിയയാണ്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ തൊട്ടടുത്താണ്. അമ്പലവയൽ പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. എടക്കൽ കേവ് ഉണ്ട്, ഫാൻറ്റർ റോക്ക് ഉണ്ട്, നമ്മളെ ഫാമുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ടൂറിസ്റ്റ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങളെ വിളിക്കുക. നമ്മൾ ഈ സൈറ്റിൻ്റെ അടുത്തുള്ള റോഡിലാണുള്ളത്. ഇത് വരുന്ന റോഡാണ്. ഈ റോഡ് നമുക്ക് ഒരു 30 മീറ്ററോളം ഫ്രണ്ടേജ് വരുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് കുറച്ചുകൂടെ മുന്നോട്ട് താഴെയാണ് ലാൻഡ്. നിങ്ങൾ ഈ കാണുന്നതാണ് ഫാൻറ്റർ റോക്ക്. ഇതൊരു ലോക പ്രശസ്തമായൊരു പാറയാണ്. ഫാൻറ്റർ റോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മനുഷ്യൻ്റെ തലയേറ്റ് സാദൃശ്യമുള്ള ഒരു പാറയാണ്. ഇത് എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു അത്ഭുതമാണ് പ്രകൃതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മളെ ലാൻഡ് കിടക്കുന്നത്. അമ്പലവയൽ പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ഫാൻറ്റർ റോക്ക്. ഞാനിപ്പോൾ ജസ്റ്റ് ഈ കാണിക്കുന്ന ഈ കവുങ്ങുന്തോട്ടം, ഈ ഇല്ലിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന, അതായത് റോഡിൻ്റെ വലത് സൈഡ് താഴെയാണ് ലാൻഡ് വരുന്നത്. അതാണ് നമ്മളെ ലാൻഡ് കേട്ടോ. 45 സെൻറ്റ് സ്ക്വയറായിട്ട് കിടക്കുകയാണ്. നേരെ താഴോട്ടാണ് കിടക്കുന്നത്, ചെറിയൊരു സ്ലോപ്പിൽ. അത് നമുക്കൊന്ന് ഇറങ്ങിയിട്ട് കാണാം. അതുകൂടാതെ നമുക്ക് ഈ കാണുന്ന ഒരു മലേൻ്റെ വ്യൂവും കൂടെ ഉണ്ട്. അങ്ങനെ അമ്പലവയൽ പിന്നെ ഒരുപാട് മലകളെ വ്യൂ ഉള്ള നല്ലൊരു ഏരിയ ആണ്. നമുക്ക് ഈ സൈഡ് കൂടെ ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങാം. ഇപ്പോൾ ഞാൻ ഇറങ്ങുന്നത് നമ്മളെ പറമ്പിലേക്കല്ല, അതിൻ്റെ തൊട്ട് ചേർന്ന് കിടക്കുന്ന പറമ്പാണ്. ഇതിലിറങ്ങാൻ കുറച്ച് സൗകര്യമുണ്ട്, അതുകൊണ്ട് ഇതിലിറങ്ങാണ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് റോഡ്, ഞാൻ പറഞ്ഞില്ലേ റോഡ് ഫ്രണ്ടേജ് ആണ്. ഒരു 30 മീറ്ററോളം ഡയറക്റ്റ് ആക്സസ് ആണ്. ഫ്രണ്ടിൽ ഈ കവുങ്ങ് നിൽക്കുന്നത് നമ്മളെ ലാൻഡിലാണ്. ഇവിടെ മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു ഒറ്റപ്പാറ ഉണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് വലിപ്പമുള്ള ഒരു സിംഗിൾ പാറ ഇതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ആർക്കിടെക്റ്റിനെയോ ആരെങ്കിലും കാണുകയാണെങ്കിൽ അത് ബേസ് ചെയ്ത് നമുക്ക് ടൂറിസം ബേസ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ നിർത്തിയാലും കുഴപ്പമില്ല. ആ പാറേനോട് ചേർന്ന് നല്ലൊരു ഇല്ലീൻ്റെ കൂട്ടമുണ്ട്. പിന്നെ കാര്യമായിട്ട് ഇതിലുള്ളത് കുറച്ച് കവുങ്ങ്. ഇത് റോഡാട്ടോ, ഫ്രണ്ടേജ് കാണുന്ന ഈ കെട്ടിൻ്റെ അത് റോഡാണ്. പിന്നെ കാര്യമായിട്ടുള്ളത് കുറച്ച് കവുങ്ങ് കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ടുള്ള. 1-2 ചെറിയ തെങ്ങുണ്ട്. വേറെ കൃഷി കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ ഒരു ലാൻഡല്ല. നമുക്കിത് കൊമേഴ്ഷ്യലി എന്തെങ്കിലും ചെയ്യാനാണ് ഇത് ഏറ്റവും നല്ലത്. നല്ലൊരു ഹോളിഡേ ഹോമോ നല്ലൊരു ഹോം സ്റ്റേയോ. പിന്നെ 45 സെൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ചെറിയൊരു റിസോർട്ടൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സൗകര്യമുണ്ട്. ഇതിങ്ങനെ താഴെ വരെ പോവാണ്. ചെറിയൊരു സ്ലോപ്പിൽ ഇങ്ങനെ താഴോട്ട് പോവാണ്. ഏറ്റവും താഴെ നല്ലൊരു അരുവി കിടക്കുന്നുണ്ട്. അത് ഈ വേനൽക്കാലത്തും ഞാൻ അതും കൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മൾ പറമ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഫാൻറ്റർ റോക്കിൻ്റെ. ഈ ഒരു 45 സെൻറ്റിൽ എവിടെ നിന്ന് നോക്കിയാലും ഈ ഒരു ഫാൻറ്റർ റോക്കിൻ്റെ ഒരു വ്യൂ ഉണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. പിന്നെ അമ്പലവയലാണ് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. മേപ്പാടി, ബത്തേരി, മീനങ്ങാടി ഒക്കെ അടുത്താണ്. നമ്മൾ വന്നത് മീനങ്ങാടിയിൽ നിന്നാണ്. മീനങ്ങാടിയിൽ നിന്ന് ബസ് റൂട്ടിൽ വന്നിട്ട് 250 മീറ്ററാണ് ഞാൻ നേരത്തെ കാണിച്ച ടാറിങ് റോഡ് കേട്ടോ, നമ്മളെ ലാൻഡിലേക്ക് ബസ് റൂട്ടിൽ നിന്ന്. അപ്പോൾ അത്രയും സൗകര്യമുള്ള ഏരിയ ആണ്. സ്കൂളുകൾ, കോളേജുകൾ, അടുത്ത ടൗണുകൾ എല്ലാം ഈ ഏരിയയിലുണ്ട്. വന്യമൃഗശല്യം ഇല്ല. ഈ അമ്പലവയൽ പഞ്ചായത്തിൽ വന്യമൃഗശല്യം കാര്യമായിട്ടില്ല. ഈ ഭാഗത്ത് തീരെയില്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഇതുണ്ട്. പിന്നെ ലാൻഡ് സ്ലൈഡിങ് കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നുമുള്ള ഏരിയ അല്ല. അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഈ ഭാഗത്തില്ല. പിന്നെ നമുക്ക് നല്ലൊരു ഹോം സ്റ്റേയോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സൈലൻ്റ് ആയിട്ടുള്ള നല്ല ഏരിയ ആണ്. നല്ല അടിപൊളി സൈലൻ്റ് ഏരിയ ആണ് കേട്ടോ. വീടുകളൊക്കെ ഉണ്ട്, എന്നാൽ നമുക്ക് നല്ല പ്രൈവസി ഉണ്ട്. പിന്നെ 45 സെൻറ്റ് ലാൻഡ് ഉള്ളതുകൊണ്ട് എന്തായാലും ആ ലാൻഡിൻ്റെ ഒരു പ്രൈവസിയും കൂടെ നമുക്ക് ഉണ്ടാവും. ഇതൊക്കെ ഈ ലാൻഡ് കൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. തെങ്ങൊക്കെ നിങ്ങൾ കണ്ടോ, 1-2 തെങ്ങുകളൊക്കെ ഉണ്ട്.
വലിയ ചെരുവല്ല കേട്ടോ, അതായത് റോഡിൻ്റെ താഴെ സൈഡാണ്. ഒരു താഴെ സൈഡിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ സ്ലോപ്പിൽ അങ്ങനെ പോവാണ്. അത് വലിയ ചെരുവ് കാര്യങ്ങളൊന്നുമല്ല. ഏറ്റവും താഴെ അതിരായിട്ട് ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു ചെറിയ അരുവിയാണ്. അപ്പുറത്തും ഇപ്പുറത്തും 2 പ്രൈവറ്റ് ലാൻഡാണ്. ഫ്രണ്ടിൽ പിന്നെ റോഡാണ്. ഞാനിപ്പോൾ ഏറ്റവും താഴെ സൈഡിലുള്ളത്. അവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈ ഫാൻറ്റം റോക്ക് മേലെ നിന്ന് കാണുമ്പോൾ തന്നെ കാണാം. അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചു തന്നാണ്. അപ്പോൾ ഫാൻറ്റം റോക്കാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. നമ്മളെ ലാൻഡിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഫാൻറ്റം റോക്കാണ്. അതുകൊണ്ടാണ് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണിച്ചിരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 45 സെൻറ്റ് സ്ഥലം 20 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു മാന്യമായ വിലയാണ്. ചെറിയൊരു വിലയ്ക്ക് കുറച്ച് സ്ഥലം വേണ്ട ആൾക്കാർ 10 സെൻറ്റും 15 സെൻറ്റും ഒന്നല്ലല്ലോ, നമ്മൾ 45 സെൻറ്റ് സ്ഥലം കൊടുക്കണ്ടല്ലോ. അപ്പോൾ അതൊരു മാന്യമായ വിലയാണ്. റോഡ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതാണ് ഈ ഞാൻ പറഞ്ഞ അരുവി കേട്ടോ, ചെറിയൊരു അരുവിയാണ്. ഇപ്പോഴും ഇതിൽ വെള്ളമുണ്ട്, നിങ്ങളത് കാണുന്നുണ്ടോ എന്നറിയില്ല. വെള്ളമൊഴുക്ക് ഈ വേനലിലും ഉണ്ട്, നല്ല വേനലാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, എല്ലാ സമയത്തും വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്കൊരു കിണർ കുത്തിക്കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കിട്ടും. വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല. ഇങ്ങനെയാണ് ലാൻഡ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണ്ട് ഇതിൻ്റെ ഒരു രൂപം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 45 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പം ഇത് താല്പര്യമുള്ള ആൾക്കാർ വേഗം വിളിക്കുക. അമ്പലവൂർ ഭാഗത്ത് ലാൻഡ് നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം വിളിക്കുക. നല്ല ഭൂമിയാണ്. 45 സെൻറ്റ് സ്ഥലം കേട്ടോ. 20 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ വില കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പർ കൊടുക്കുന്നുണ്ട്, വിളിക്കുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.